ഈ ആഴ്ചത്തെ പവർ ടീം തന്നെ അധികാരം നിലനിർത്തി കേട്ടോ. അവരാണ് അടുത്ത ആഴ്ചയും പവർ ടീം. ഗബ്രി, ശരണ്യ, ഋഷി പിന്നെ ശ്രീരേഖ. ഈ ഒരു ടാസ്ക് അവസാനിച്ചു അവരാണ് ജയിച്ചത്. ശരണ്യയും ഗബ്രിയും കൂടെ ജിൻഡോയെ ലാസ്റ്റ് റൗണ്ടിൽ അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞു. ഗ്ലാസിന്റെ ഒരു ഷോ പീസ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് ഇവരുടെ ഒരു ചേസിനിടയ്ക്ക്. അൺഫെയർ ആയിട്ടുള്ള ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയാം. മൂന്നാമത്തെ റൗണ്ട് മൊത്തം ശരണ്യ സിഗരറ്റ് റൂമിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഒളിച്ച് പാത്തിരിക്കുമായിരുന്നു. അവിടെ ആരും അറിഞ്ഞു പോലുമില്ല അവിടെ ഉണ്ടെന്നുള്ളത്. മൂന്നാമത്തെ റൗണ്ടിന്റെ തുടക്കത്തിൽ മുങ്ങിയ ശരണ്യ പിന്നെ പൊങ്ങിയത് നാലാമത്തെ റൗണ്ടിലാണ്. ഒളിച്ചിരിക്കുന്നത് ഈ ടാസ്കിൽ അലൗഡ് അല്ല എന്നാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമായിരുന്നു ഒളിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടുന്ന് ഇറങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ശരണ്യ ഒളിച്ചിരുന്നപ്പോ നമ്മുടെ ബോസിന്റെ വായിക്ക് അത് പഴമായിരുന്നു, പഴം. അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം. ജിൻഡോയെ ഔട്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നാലാമത്തെ റൗണ്ടിൽ ശരണ്യ ആ ഒരു ഷോ പീസ് എറിഞ്ഞ് പൊട്ടിച്ചു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ബിഗ് ബോസ് മിണ്ടിയില്ല. മിണ്ടിയോ എന്നും അറിയില്ല, കാരണം ആ ഭാഗം ബിഗ് ബോസ് മൊത്തത്തിൽ ട്രിം ചെയ്ത് കളഞ്ഞു. അബ്രപ്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ആ ഭാഗം ലൈവില് കാണിച്ചത്. ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ ആണ് കാണിച്ചത്. ജിൻഡോ ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ, അതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല. ആ ഒരു ഭാഗം അത് കാണിച്ചിട്ടില്ല. ജിൻഡോ ഔട്ട് ആവുന്ന ഭാഗം കാണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് കാണിച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഗബ്രിയെ വീണ്ടും നോമിനേഷനിൽ നിന്ന് സേവ് ചെയ്യാനാണ് ബിഗ് ബോസിന്റെ പ്ലാനെങ്കിൽ ഈ വരുന്ന ആഴ്ച ഗബ്രി പവർ റൂമിൽ ഇരിക്കുന്ന 5ാമത്തെ ആഴ്ചയാണ്. 4 ആഴ്ച ഒരാൾക്ക് പവർ ടീമിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗബ്രിയെ മാറ്റി വേറെ ആളെ ബിഗ് ബോസ് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നോമിനേഷനിൽ നിന്നും സേവ് ചെയ്യുക എന്നതാണ് പുള്ളിയുടെ ലക്ഷ്യം. നോമിനേഷനിൽ വന്നാൽ ഗബ്രി ഔട്ട് ആവും എന്ന് പുള്ളിക്ക് നല്ല പച്ചവെള്ളം പോലെ ക്ലിയർ ആണ്. അതിനുവേണ്ടിയാണ് അങ്ങനെ ഇങ്ങനെയുള്ള സകല അടവുകളും ഉടായ്പകളും കാണിക്കുന്നത്. എന്തും കണ്ടില്ല എന്ന് പുള്ളി നടിക്കും ഗബ്രിയെ സേവ് ചെയ്യാനായിട്ട്. എനിക്ക് ഈ ടാസ്കിലെ വിജയികൾ ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല കേട്ടോ. അത് ശരണ്യ ഇമാതിരി ഒരു ഉടായ്പ പരിപാടിയാണ് കാണിച്ചത്. സിഗരറ്റ് റൂമിൽ പോയി ഒളിച്ചിരുന്നിട്ട് അത് ഈ ഒരു ഭാഗം കാണിക്കാതിരുന്നത് എനിക്ക് നല്ല ഉടായ്പ മണക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ ഈ ഒരു പവർ ടീമിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അടുത്ത ആഴ്ചത്തെ പവർ ടീമായിട്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.